ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു 6 വർഷത്തോളമായിട്ട് പഠിക്കുന്നുണ്ട്. ചെറുപ്പം തൊട്ട് തന്നെ കരാട്ടേനോട് നല്ലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചേരുകയും പിന്നെ തുടർന്ന് പഠിക്കുകയും ചെയ്തു. ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കരാട്ടെ? വേറെ മാർഷൽ ആർട്സ് ഉള്ള കളരിയുണ്ട്, അങ്ങനത്തെ കുറെ മാർഷൽ ആർട്സ് ഉണ്ടല്ലോ, പോയി കരാട്ടെ? ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എൻ്റെ ഓർമ്മയിൽ ചെറുതായിരുന്നപ്പോൾ ഇപ്പോൾ ഏതോ ഒരു പരിപാടിക്ക് ജോഷേട്ടൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു, കുറച്ച് പേര് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടത് ഒരു പരിപാടിയിൽ അവതരിപ്പിക്കുന്ന കണ്ടത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചെറുപ്പത്തിലപ്പോൾ കണ്ടത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അന്ന് തൊട്ടായിരിക്കണം ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കരാട്ടെ തന്നെ പഠിച്ചു. എല്ലാ മാർഷൽ ആർട്സിനും അതിൻ്റെതായ ഗുണമുണ്ടല്ലോ, ഏത് പഠിച്ചാലും മതിയല്ലോ. ഇങ്ങനെ മാർഷൽ ആർട്സ് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ആവുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്കിപ്പോൾ കുറച്ചായിട്ട് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് കുറെ മെന്റൽ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കരാട്ട പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇതിനകത്ത് ആദ്യം വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, എന്ത് ചെയ്യും, നമുക്ക് അറിയാത്തൊരു മേഖലയാണ്. അപ്പം ജോഷി ചേട്ടൻ ഇങ്ങനെ വിളിക്കുകയായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം വരുമ്പോൾ ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഓരോന്ന് തെറ്റുന്ന സമയത്തായാലും ജോഷി ചേട്ടൻ ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് തന്നിട്ട്, ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര പോസിറ്റീവ് തന്നിട്ട് നമ്മളെ വീണ്ടും പ്രചോദിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഓരോ സംഭവം ഉണ്ടായിരുന്നത്. അപ്പം നമ്മളെല്ലാവരും നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരും അപ്പുറം ഇപ്പുറം നല്ലോണം അറിയാം. അപ്പം ആ ഒരു ഭയങ്കര ഒരു ഫാമിലി, ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പം ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നത്. ഫൈറ്റിംഗ് സീൻ എത്രത്തോളം മനോഹരമാക്കാൻ കഴിഞ്ഞു, അതിനെപ്പറ്റി ഒന്ന് പറയാം. എനിക്ക് പറ്റുന്നത്ര നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു ഫൈറ്റിങ്ങിന്. ആ സമയത്ത് എല്ലാവരും കൂടി തീരുമാനിച്ച് ചെയ്തത് തന്നെയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും മെയിനായിട്ട് സംസാരിക്കുമ്പോൾ കണ്ണൂർ സ്ലാങ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ സിനിമയിൽ ഡബ് ചെയ്യാൻ പറഞ്ഞിരുന്നോ? എന്റെ ഡബിങ് ഞാനല്ല ചെയ്തത്. ഈ ഒരു കാരണം കൊണ്ടാണോ ഡബ് ചെയ്യണ്ടെന്ന് പറഞ്ഞത്? ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ ചെയ്യുക ചെയ്ത്. അല്ല, എന്തൊരു കണ്ണൂർ സ്ലാങ് ചെയ്യാൻ ഞാൻ തൊട്ട് കണ്ണൂർ സ്ലാങ് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാഷകളും കേരളത്തിൽ അത്യാവശ്യം നന്നായിട്ട് സ്ലാങ്. നമ്മുടെ നാട്ടില് ഒരു ഈ കഥ പോകുന്ന ഒരു ഇടവക സമൂഹം ആണ്. അപ്പം അതുകൊണ്ട് അവർ കൂടുതൽ കണ്ണൂർ സ്ലാങ് സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ ആ രീതിയിൽ തന്നെ പോകും. ബ്രോ, ഇപ്പൊ നമ്മള് ജനറേഷൻസ് പല പേര് ഇപ്പൊ ജെൻസി, ആൽഫ അങ്ങനെയൊക്കെ പല ഡിവൈഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആക്ച്വലി ബ്രോയുടെ ഒരു വേഷനിൽ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സ്കൂൾ ഡേയ്സിലായാലും ഞങ്ങളുടെ സ്കൂൾ ഡേയ്സിൽ ഇപ്പോൾ വഴക്കുണ്ടായാലും പരസ്പരം ഒന്നെങ്കിൽ പറഞ്ഞു തീർക്കാൻ തന്നെ തരും, പക്ഷെ അതൊരു മയത്തിലാണ്. ഇപ്പോഴും ഒന്ന് പറഞ്ഞ് രണ്ടിന് തല്ലുക കൊല്ലുക എന്നൊരു മെന്റാലിറ്റിയിലുണ്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കുറവുകൊണ്ടാണോ അതോ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണോ? ന്യൂ വേഷൻ ന്യൂ ജനറേഷൻ എനിക്കതിനെ കുറിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. നമ്മള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക എന്നെ ചെയ്യല്, അടിയൊന്നും ഉണ്ടാവില്ല ശരിക്കും നമ്മളെ ഇതില്. പക്ഷെ എങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയാനുള്ളൊരു അറിയില്ല. എന്താണ് എന്താണ് ഈ